റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവ് തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിൻ മടങ്ങിയെത്തി. റഷ്യയിലെ മലയാളികളുടെ സഹായത്തോടെയാണ് ജെയിൻ നാട്ടിൽ തിരികെ എത്തിയത്. അതേസമയം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജെയിനിന്റെ ബന്ധു ബിനിലിന്റെ മൃതദേഹം ഇതുവരെയും നാട്ടിലെത്തിക്കാനായിട്ടില്ല. ഒരു വർഷം മുമ്പാണ് ജെയിനും ബന്ധു ബിനിലും ജോലിക്കായി റഷ്യയിലേക്ക് പോയത്. പിന്നീട് കാന്റീൻ ജോലി എന്ന വ്യാജേന റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർത്തു. ഇരുവരെയും നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുദ്ധത്തിൽ ജെയിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ബന്ധു ബിനിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ചികിത്സയിലായിരുന്ന മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും 2 ദിവസം മുൻപാണ് ജെയിൻ ഡിസ്ചാർജ് ആയത്. തിരികെ ആർമി ക്യാമ്പിലേക്ക് പോകാനായിരുന്നു അവിടെ നിന്നുള്ള നിർദ്ദേശം. അതിനായി ട്രെയിൻ ടിക്കറ്റും ജെയിനെ ഏൽപ്പിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതായി പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി റഷ്യയിലെ മലയാളികളുടെ സഹായത്തോടെ നാട്ടിൽ എത്തുകയായിരുന്നു. ക്യാമ്പിലേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എംബസിയും മലയാളി അസോസിയേഷനും സഹായിച്ചു. അതുവഴി നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളി സമാജത്തിന്റെ ആൾക്കാരായിരുന്നു യാത്രാ സൗകര്യമൊക്കെ അവർ ഏർപ്പെടുത്തി തരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റും അവർ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ജെയിൻ തിരികെ നാട്ടിലെത്തിയെങ്കിലും കുടുംബത്തിന്റെ വേദന തീരുന്നില്ല. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിൽ എത്താത്തതാണ് സന്തോഷത്തിനിടയിലും കുടുംബാംഗങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തുന്നത്. രണ്ടാളൊപ്പം പോയതാണ്, അവന് വരാൻ പറ്റിയില്ല. അതിന് വലിയൊരു സങ്കടമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും സങ്കടമുണ്ട്. അവന്റെ ബോഡിയെങ്കിലും ഞങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കണം. ഞങ്ങൾ ഇന്ന് വരും നാളെ വരും ചോദിച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. എന്റെ മോള് കുഞ്ഞിനെ ഓർത്ത് അവന്റെ അപ്പന്റെ ബോഡിയെങ്കിലും കാത്തി ഇരിക്കാൻ എന്റെ മോൾക്ക്. ജെയിനിനെയും ബിനിലിന്റെ മൃതദേഹവും നാട്ടിലെത്തിക്കാനുള്ള തീവ്ര ശ്രമം ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നും നടക്കുന്നതിനിടയിലാണ് ജെയിനിന്റെ തിരിച്ചുവരവ്. എത്രയും പെട്ടെന്ന് ബിനിലിന്റെ മൃതദേഹവും കൂടി നാട്ടിലെത്തും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം. മീഡിയ 1 തൃശൂർ.